ഏട്ടത്തി എവിടെ? അക്ഷയ് പിന്നിൽ നിൽക്കുന്ന വൈദേഹി നോക്കി വെപ്രാളത്തോടെ ചോദിച്ചു. ഞാനിവിടെ ഉണ്ടടാ, നിനക്കെന്താ? അക്ഷയ് നോക്കി കണ്ണൂർത്തിക്കൊണ്ട് അവൻ്റെ പിന്നിൽ നിന്നും ആ തോളൊന്ന് തൊട്ടവൻ. എന്തെങ്കിലും വയ്യൊക്കെ തോന്നുന്നുണ്ട് ഏട്ടത്തി? അവളുടെ വീർത്ത വേറിൽ നോക്കി അക്ഷയ് അല്പം ആകുലതയോടെ ചോദിച്ചു. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ദക്ഷയുടെ ഡേറ്റാണ്. അതിൻ്റെ ഇടയിലാണ് അക്ഷയുടെ കല്യാണത്തിന് വേണ്ടി അവൾ ഓരോന്നും ചെയ്തുകൊണ്ട് നടക്കുന്നത്. അതിൻ്റെ സങ്കടമാണ് അവനും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം, നീ തൽക്കാലം ടെൻഷൻ അടിക്കാതെ നേരെ ഇരിക്കുക അക്ഷയ്, താലി കെട്ടാൻ സമയമായി. ദക്ഷയെ ശ്രദ്ധയോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഹസ്ര പറഞ്ഞു കേട്ടതും അവൻ പതിയെന്ന് തല കുലുക്കി. എങ്കിലും ഇടയ്ക്ക് തിരിഞ്ഞിട്ട് ദക്ഷയെ നോക്കാൻ അവൻ മറന്നില്ല. ആ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, കുടത വയർ നല്ലോണം ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. അവൾ നടക്കുന്നത് കാണുമ്പോൾ തന്നെ അക്ഷയ്ക്ക് വല്ലാത്ത പേടിയാണ്. അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. താലി മുറുക്കണ എടുത്തി എൻ്റെ പെങ്ങളെ സ്ഥാനത്ത് നിന്ന്. പൂജാരി എടുത്തു കൊടുത്ത് താലി വാങ്ങുന്നതിനൊപ്പം ഒന്നുകൂടി അവൻ ദക്ഷ ഓർമ്മിപ്പിച്ചു. അതിന് ചിരിയോടെ തല കുലുക്കിക്കൊണ്ട് അവൾ ശ്രദ്ധയോടെ കുനിഞ്ഞു. അവൾക്കൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് സഹസ്ര അടുത്ത് തന്നെയുണ്ട്. ദക്ഷ തരുണിയുടെ മുടി പിന്നിൽ നിന്നും മാറ്റി കൊടുത്തപ്പോൾ അക്ഷയ് പ്രാർത്ഥനയോടെ ആ താലി അവളിൽ മുറുക്കി. കൂടെ ദക്ഷയും അതിനവനെ സഹായിച്ചു. കഴിഞ്ഞു. ദക്ഷ ഒരു ചിരിയോടെ അക്ഷയെ നോക്കി കണ്ണ് ചിമ്മുമ്പോൾ അവൻ മനോഹരമായി നിന്ന് പുഞ്ചിരിച്ചു. തരുണിയുടെ നെറ്റിയിൽ സിന്ദൂരം ചാത്തി അവളുമായി അഗ്നിക്ക് വലം വയ്ക്കുന്നതെല്ലാം ഒരു തളർച്ചയുടെ സഹസ്ര നെഞ്ചിൽ ചാഞ്ഞുകൊണ്ടാണ് ദക്ഷ കണ്ടത്. വയ്യ മോളെ, മുഖമെല്ലാം വല്ലാതിരിക്കുന്നു. വീരസിംഹ വന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അയാളുടെ മുഖത്ത് വല്ലാത്ത ആദിയായിരുന്നു. 2 വർഷം വരെ കാത്തിരുന്ന് കിട്ടിയ നിധിയാണ് ആ വയറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവളുടെ കാര്യത്തിൽ വല്ലാത്തൊരു ശ്രദ്ധ തന്നെയായിരുന്നു. ഇല്ല മാമേ, ഒരു ചെറിയ ക്ഷീണം, അത് സാരില്ല, ഇവിടെ നിന്ന് ഇപ്പോൾ തിരിക്കുമല്ലോ, അപ്പോൾ ഒന്ന് കിടക്കാം. ദക്ഷ ചിരിയോടെ പറയുമ്പോൾ അയാൾ അവളെ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് തലയിലൊന്ന് തഴുകി. മോളെ ശ്രദ്ധിക്കണം സഹസ്ര, തിരക്കിലോട്ടൊന്നും നീ വരണ്ട, പെട്ടെന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കുഞ്ഞിനെയും കൊണ്ട് മാറി നിന്നും. വീരസിംഹ ശ്രദ്ധയോടെ പറയുമ്പോൾ സഹസ്ര തൻ്റെ പിന്നെ 2 കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ടൊന്ന് മോളി. ഇനിയിപ്പോൾ ഏട്ടത്തിൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം മതിയായിരുന്നു കല്യാണം. ഇതിപ്പോൾ തിരക്കിൽ ഏട്ടത്തിൽ നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട്. നിനക്കല്ലേ കല്യാണം വേഗം വേണമെന്ന് പറഞ്ഞത്, ഇപ്പം പെട്ടെന്ന് നടത്തി തന്നതായി കുറ്റം. ദക്ഷ അലിവോടെ നോക്കിക്കൊണ്ട് അക്ഷയ് പറഞ്ഞു കേട്ടതും അവൾ അവനെ നോക്കി ഒന്ന് കണ്ണൊട്ടിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ടതും അവൻ്റെ അരികിൽ നിൽക്കുന്ന തരുണി നാണത്തോടെ ചിരിക്കുന്നുണ്ട്. ഓ, ഇതിന് മാത്രം ഒരു കുറവുമില്ല. തരുണിയെ നോക്കി അക്ഷയ് ദീർഘശ്വാസം എടുത്തു. ഫോട്ടോ എടുപ്പും സദ്യ കഴിക്കലും ഒക്കെ അവർ വീട്ടിലെത്താൻ ഒത്തിരി താമസിച്ചു. വൈദേഹിയുടെ കൂടെ അവരെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ ദക്ഷയും ഉണ്ടായിരുന്നു. മതി ഏട്ടത്തി, ഇനി പോയി ഒന്ന് റെസ്റ്റ് എടുത്തു. ഇവിടെ ഇതൊക്കെ മാറ്റാൻ ഞാനും അമ്മയും സഹായിച്ചോളാം. വീട്ടിലെ ചടങ്ങെല്ലാം കഴിഞ്ഞ് തരുണിയെ ഡ്രസ്സ് മാറ്റാൻ സഹായിക്കാമെന്ന് പറഞ്ഞു എഴുന്നേറ്റ് ദക്ഷ തടഞ്ഞിട്ട് അക്ഷയ് പറഞ്ഞു കേട്ടതും അവൾ അതിനെ എതിർക്കാൻ പോയില്ല. കാരണം ദക്ഷ അത്രയും ക്ഷീണിച്ചിരുന്നു. എല്ലാവരോടും പറഞ്ഞ് തങ്ങളുടെ ഫ്ലോറിലേക്ക് ലിഫ്റ്റ് കയറുമ്പോൾ അവൾ തളർച്ചയുടെ സഹസ്ര നെഞ്ചിലേക്ക് ചാഞ്ഞു. എന്താടാ, ഹോസ്പിറ്റലിൽ പോണോ? അവളെ വയ്യൊക്കെ കണി സഹസ്ര ഒട്ടൊരു വെപ്രാളത്തോടെ ചോദിച്ചു. വേണ്ട ബ്രഹ്മേട്ട, എനിക്കൊന്ന് കിടന്നാൽ മതി. അവൾ പറഞ്ഞു കേട്ടതും ലിഫ്റ്റിൽ നിന്നും ഇറങ്ങിയ ദക്ഷ ശ്രദ്ധയോടെ അവൻ തൻ്റെ കൈകളിൽ കോരിയെടുത്തു. എതിർക്കാതെ അവൻ്റെ നെഞ്ചിൽ തലച്ചേർത്ത് കിടന്നപ്പോൾ വാത്സല്യത്തോടെ അവളെ നെറ്റിയിൽ അവന് ചുംബിച്ചു മാറി കിടന്നു. അവളെ സൂക്ഷിച്ച് ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് ആ തലയിലെ പൂവെടുത്ത് മാറ്റിയവൻ. പിന്നോടുത്ത സാരിയും മാറ്റി ഒരു സിൽക്ക് നൈറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്തു. നീരുണ്ട്. ദക്ഷയുടെ നീരി വെച്ചിരിക്കുന്ന കാൽപാദത്തിൽ മെല്ലെ തടവിക്കൊണ്ട് സഹസ്ര പറയെ ആ സുഖത്തിൽ അവളൊന്ന് കണ്ണടച്ചു. അവൾ ഉറങ്ങിയിട്ടും സഹസ്ര ആ കാലിൽ തലോടിക്കൊണ്ടിരുന്നു. അവൾ വീർത്ത് നിൽക്കുന്ന വയറിലൂടെ തഴുകുമ്പോൾ മുഴച്ചു വന്ന ഭാഗങ്ങളിൽ സഹസ്ര ചീരിയുടെ കുഞ്ഞു കുഞ്ഞു ചുംബനങ്ങൾ കൊടുത്തു. കൂടാതെ അവളെ നെറ്റിയിലും കവിളിലും ചുംബിക്കാനും അവൻ മറന്നില്ല. അപ്പോൾ ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. ഒരു ചീരിയുടെ ദക്ഷ പറയുമ്പോൾ അക്ഷയ് അവളെ ശ്രദ്ധയോടെ ഒന്ന് കെട്ടിപ്പിടിച്ചു. നന്നായി വീർത്ത് നിൽക്കുന്ന വയറിൽ കൈവയ്ക്കുമ്പോൾ ആ ഉള്ളിൽ അറിയുന്ന തുടുപ്പിനെ വാത്സല്യത്തോടെ തഴുകിയവൻ. ഒന്നും വേണ്ടായിരുന്നു എടുത്തി, ഈ അവസ്ഥയിൽ എനിക്ക് വേണ്ടി ഓരോന്നൊക്കെ ചെയ്ത് അസുഖം വരുത്തി വെക്കരുത്. ദക്ഷയുടെ മുഖത്ത് പടർന്ന വിയർപ്പ് കാണി വിഷമത്തോടെ പറഞ്ഞവൻ. അതിന് മാത്രം ഒന്നുമില്ലടാ, ആ റൂമിൽ ഇത്തിരി പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. അതേയോ, നിങ്ങളന്ന് ഞങ്ങളെ റൂം അലങ്കരിച്ച അത്രയൊന്നും ആയിട്ടില്ല. അക്ഷയുടെ കവിളിൽ തട്ടി ചീരിയോടെ ദക്ഷ പറയുമ്പോൾ സഹസ്ര അവളെ നോക്കി ഗൗരവത്തിൽ നിൽക്കുന്നുണ്ട്. ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു വന്ന് ഒട്ടും വയ്യാതെ കിടന്നവളാണ്. അക്ഷയുടെ റൂം അലങ്കരിക്കണമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്നത്. അവളെ കാണുമ്പോഴേ പറയും ഒട്ടും വയ്യുന്ന. ഈ വയ്യാത്ത അവസ്ഥയിൽ 2 ദിവസമായിട്ട് അധികം റെസ്റ്റ് എടുത്തില്ല താൻ. അതിൻ്റെയാണ് ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവമെന്ന് മനസ്സിലാക്കിയ ദക്ഷ അവനെ നോക്കി ചീരിയുടെ കണ്ണ് ചിമ്മി. അത് കണ്ണെ സഹസ്ര ഒന്നുകൂടെ ഗൗരവത്തിൽ അവളെ നോക്കി. രണ്ടാളും പൊയ്ക്കോ. തൻ്റെ പിന്നിൽ നിന്നും തരുണിയെ വലിച്ച് അക്ഷയ്ക്ക് അടുത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ദക്ഷ പറഞ്ഞു കേട്ടതും അക്ഷയിലും തരുണിയും ഒരുമിച്ച് അവളുടെ കാലിലേക്ക് വീണു. കൂടാതെ സഹസ്രയുടെ കാലിലും. ദക്ഷ നിറഞ്ഞ കണ്ണോടെ രണ്ടാളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മനസ്സ് നിറഞ്ഞ പോലെ ഓരോ ചുംബനങ്ങൾ കൊടുത്തു. പൊക്കോ, രാവിലെ കാണാം. അക്ഷയുടെ കവിളിൽ തലോടി അവൾ പറഞ്ഞതും
രണ്ടാളും ഒന്ന് തല കുലുക്കി. രാത്രി എന്തെങ്കിലും വൈകിയുണ്ടെങ്കിൽ വിളിക്കാനേട്ടത്തി, എനിക്ക് ബുദ്ധിമുട്ടാവുമെന്നൊന്നും ഓർക്കണ്ട. റൂമിൽ കയറാൻ സമയം അക്ഷയ് ഒന്നുകൂടെ അവളെ ഓർമ്മിപ്പിച്ചു. അതിനൊന്നും മുകളിൽ സഹസ്രയുടെ ഒപ്പം തങ്ങളുടെ ഫ്ലോറിലേക്ക് പോകുമ്പോൾ അവൾ മനോഹരമായി എന്ന് പുഞ്ചിരിച്ചു. പണ്ട് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടന്ന് ശല്യപ്പെടുത്തിയവനിൽ നിന്നും ഒരമ്മയുടെ സ്നേഹവും ബഹുമാനവും തന്ന് കൂടെ തന്നെ ഉള്ളവനെ ഓർത്തതായിരുന്നു അത്. ബ്രഹ്മേട്ടാ. വെളുപ്പ് വയറിൽ കൈ അമർത്തി ദക്ഷ കരയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് സഹസ്ര. അവൻ ഉണർന്ന് നോക്കുമ്പോൾ ബെഡ് മുഴുവൻ നന്നായി നനഞ്ഞിട്ടുണ്ട്. വാട്ടർ ബ്രേക്ക് ആയിട്ടുണ്ട് ദക്ഷ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം. അവളുടെ അവസ്ഥ കണ്ടൊന്ന് പേടിച്ചു പോയെങ്കിലും ദക്ഷയെ കൂടുതൽ ടെൻഷൻ ആക്കാതെ ഇരിക്കാൻ സമാധാനത്തോടെയാണ് സഹസ്ര പറഞ്ഞത്. അപ്പം തന്നെ അവൻ ഫോൺ എടുത്ത് വീരസിംഹയെ വിളിച്ചിരുന്നു. അവളെ ഡ്രസ്സ് മാറ്റി സഹസ്ര അവളെ കയ്യിൽ കോരിയെടുത്ത് പോകുമ്പോൾ വീരസിംഹയും വൈദേഹിയും റെഡിയായിട്ട് നിന്നിരുന്നു. അവനെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കമ്മേ, ഇല്ലെങ്കിൽ അത് മതി മുഖം വെറുപ്പിക്കാൻ. വേദന കടിച്ചു പിടിച്ചുകൊണ്ട് ദക്ഷ പറഞ്ഞതും അക്ഷയുടെ കാര്യമാണെന്ന് മനസ്സിലായതും വൈദേഹി വേഗം തന്നെ അവനെ കോൾ ചെയ്തു. അപ്പോഴേക്കും 4 പേരും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചിരുന്നു. അക്ഷയ് കോൾ എടുത്തതും വൈദേഹി ദക്ഷയ്ക്ക് വേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയെന്നും പറഞ്ഞു. വേഗം വരാം അമ്മയെന്നും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തിരുന്നു. പിന്നെ തരുണിയെ വിളിച്ചുണർത്തി അക്ഷയ് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. തനിക്ക് ക്ഷീണമുണ്ടെങ്കിൽ കിടന്നോളാൻ അക്ഷയ് പറഞ്ഞിട്ടും അത് കേൾക്കാതെ വന്നതാണ് തരുണി. അവൾക്കും ദക്ഷയെ വലിയ ഇഷ്ടമാണ്. പേടിക്കലേ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ലേബർ റൂമിൽ കയറ്റുമ്പോൾ നിറഞ്ഞ കണ്ണോടെ സഹസ്ര അവളെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും ദക്ഷയൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. അവർക്ക് മുന്നിൽ ലേബർ റൂമിൻ്റെ ഡോർ അടഞ്ഞതും അക്ഷയിലും തരുണിയും അവിടെ എത്തിച്ചേർന്നു. പിന്നെ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പായിരുന്നു. രാവിലെ 7 മണിയോടെയായിരുന്നു ദക്ഷയുടെ ഡെലിവറി. കുഞ്ഞുമമ്മയും സുഖമായിരിക്കുന്നുണ്ട്. വെള്ളട്ടവൽ പൊതിഞ്ഞ് പഞ്ഞിക്കിട്ട് പോലൊരു കുഞ്ഞിച്ചകനെ കയ്യിലേക്ക് വാങ്ങുമ്പോൾ സഹസ്രയുടെ കണ്ണൊന്ന് നിറഞ്ഞിരുന്നു. അഗ്നി. കണ്ണമർത്തി തുടച്ചുകൊണ്ട് അവൻ മുന്നിൽ നിൽക്കുന്ന ഡോക്ടറിനോട് പതിയെ ചോദിച്ചു. മേഡത്തിന് കുഴപ്പമില്ല സാർ, വൈകുന്നേരം റൂമിലേക്ക് മാറ്റാം. അവർ സഹസ്രയെ നോക്കി ബഹുമാനത്തോടെ പറയുമ്പോൾ സഹസ്ര തൻ്റെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ വളരെ പതിയെ ചുണ്ടു ചേർത്തു. സഹസ്രയുടെ കയ്യിൽ നിന്നും ഓരോരുത്തരും കുഞ്ഞിനെ കൈമാറിയെടുത്ത് കുഞ്ഞിനെ അകത്തേക്ക് തന്നെ കൊടുത്തു വിട്ടു. പിന്നെ അവളെ കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു സഹസ്ര. അവൾ പ്രസവിച്ചോ? ഇതെല്ലാം മാറുന്ന കണ്ട തീർത്തിക്ക് വല്ലാത്ത നഷ്ടബോധം തോന്നിയിരുന്നു. അവൾ തൻ്റെ വയറിൽ മെല്ലെ ഇന്ന് കൈകൊണ്ട് തലോടി. നീ ഇവിടെ ഒന്ന് നിൽക്കാതെ അങ്ങോട്ട് വാ പെണേ, എൻ്റെ മോന് ഈ ഗതി വന്നല്ലോ ദൈവമേ. തീർത്തിയെ പിന്നിൽ നിന്ന് തള്ളിക്കൊണ്ട് അവളെ അമ്മായിമ്മ പറഞ്ഞ് കേട്ടതും പല്ല് കടിച്ചുകൊണ്ട് അവൾ റിസപ്ഷനിലുള്ളവർ പറഞ്ഞ റൂമിലേക്ക് നടന്നു. തീർത്തിയുടെ ഭർത്താവ് തൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വിവാഹത്തിന് വന്നതാണ്. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ്. 2 ദിവസമായി അയാൾ അഡ്മിറ്റ് ചെയ്ത സഹസ്ര ഹോസ്പിറ്റലിൽ. അവിടേക്ക് വരുമ്പോഴാണ് തീർത്ത ആ കാഴ്ച കാണുന്നത്. കഴിവില്ലാത്തൊരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന എല്ലാ ദേഷ്യവും വിഷമവും തോന്നി അവൾക്ക്. വീട്ടിൽ തൻ്റെ കാര്യം പറഞ്ഞപ്പോഴെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അവിടേക്ക് പോയാൽ വീട്ടിൽ കയറ്റില്ല എന്നുറപ്പായപ്പോൾ എല്ലാം സഹിച്ച് ഇങ്ങനെ പോകുന്നു. എങ്കിലും സിദ്ധുവും ഭാര്യയും പിന്നെ ഇന്ദ്രനും ഭാര്യയുമൊക്കെ സ്നേഹിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കുത്തലാണ്. തൻ്റെ ജീവിതം ഇങ്ങനെ ആയതോർത്ത് അവൾക്ക് അവരോടൊക്കെ ദേഷ്യമാണ്. കാരണം അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ. തലയെടുപ്പോടെ നിൽക്കുന്ന സഹസ്രയെ തീർത്തി ഒന്നുകൂടെ നോക്കി. എത്ര ശ്രമിച്ചാലും അയാളെ തനിക്ക് കിട്ടില്ലെന്നറിയാം. എങ്കിലും ആ എടുപ്പ് കാണുമ്പോൾ വീണ്ടും മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളാണ്. അയാളുടെ ഭാര്യയെ ഈ ഹോസ്പിറ്റലിൻ്റെ ഓണറായി ജീവിക്കുന്നത് ഓർത്തപ്പോൾ തന്നെ കുളിരി കോരി അവൾക്ക്. പക്ഷെ നടക്കില്ലല്ലോ. സഹസ്ര ഒന്നുകൂടെ നിരാശയോടെ നോക്കി മടുപ്പോടെ അവൾ നടന്നു നീങ്ങി. ഇന്ധനെ കളഞ്ഞിട്ട് വരണ്ടായിരുന്നു. ഇതിപ്പോൾ ഒന്നുമില്ലാതെ ഏത് തനിക്ക് മാത്രം. റൂമിൽ കയറി തൻ്റെ ഭർത്താവിനെ നോക്കി മുഖം തിരിച്ചുകൊണ്ട് തീർത്ത ഉള്ളിൽ പിറുപിറുത്തു. ദക്ഷയുടെ ഡെലിവറി കഴിഞ്ഞു. ആൺകുഞ്ഞാണ്. ഇന്ദ്രൻ്റെ വീട്ടിൽ അവൻ്റെ കുഞ്ഞിനെയും എടുത്തിരിക്കുമ്പോൾ സിദ്ധു ഫോൺ അവന് നീട്ടിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു. അതിൽ തന്നെ ദേവിയും രേഷ്മയും മാളും ദീപക്കുമൊക്കെയുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും ആരോടെങ്കിലും വീണ്ടും ഇങ്ങനെ കൂടാറുണ്ട്. ഇന്നിപ്പോൾ ഇന്ദ്രൻ്റെ വീട്ടിലാണ്. രേഷ്മ ഇപ്പോൾ മാളുവിൻ്റെ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. സിദ്ധുവിന് ഇവിടെ ബിസിനസ് ആയതുകൊണ്ട് തന്നെ അവൾക്കും ഇവിടെ മതിയെന്ന്. ഭാമ അടുക്കളയിലാണ്. ഇന്ദ്രൻ്റെ അച്ഛൻ ജഗനാണെങ്കിൽ അവരെ സഹായിച്ച് കൂടെയുണ്ട്. സ്വത്തുക്കളെല്ലാം പോയ ശേഷം അയാൾക്ക് പുറത്തിറങ്ങാൻ നാണക്കേടായി. പിന്നെ സ്വയം വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. എവിടെ നോക്കട്ടെ. സിദ്ധു പറഞ്ഞ കേട്ടതും മോട്ടൊരു ആകാംക്ഷയുടെ ദേവി അവൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി അതിലേക്കൊന്ന് നോക്കി. ഓ എൻ്റെ അമ്മേ, ക്ഷീണിച്ചാണ് കിടക്കുന്നതെങ്കിലും എന്താ മുഖത്തെ സൗന്ദര്യം. പെണ്ണായി എനിക്ക് പോലും അവരോട് ഒരു മോഹമൊക്കെ തോന്നുന്നുണ്ട്. ദക്ഷയുടെ അരികിലായി കിടക്കുന്ന കുഞ്ഞിച്ചക്കനെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് കിടക്കുന്നവളെ ബെഡിൽ ഇരുന്നു കൊണ്ട് അടക്കി പിടിച്ചിരിക്കുവാണ് സഹസ്ര. അങ്ങനെ ഒരു ഫോട്ടോയായിരുന്നു അക്ഷയ് സിദ്ധുവിന് അയച്ചു കൊടുത്തത്. ദേവിയുടെ കയ്യിൽ നിന്ന് മാളവും രേഷ്മയും ഒക്കെ ആ ഫോൺ വാങ്ങി നോക്കുന്നുണ്ട്. മാള് ദീപക്കിനെ കാട്ടിക്കൊടുത്തപ്പോൾ അവൻ ചിരിയോടെ തല കുലുക്കുന്നുണ്ട്. ഏട്ടനെ നഷ്ടബോധം വല്ലതും തോന്നുന്നുണ്ടോ? മാളു ഒരു ചിരിയോടെ ഇന്ധനെ നോക്കുമ്പോൾ അവൻ അവളെ ഗൗരവത്തിലൊന്ന് നോക്കി. പോവണേ, ഇപ്പം നിന്റെ ഏട്ടൻ്റെ ഉള്ളിൽ ഞാൻ മാത്രമേ ഇടും അല്ലേ ഇന്ദ്രേട്ടാ? ദേവി ഒട്ടൊരു ഗർവോടെ പറഞ്ഞിട്ട് ഇന്ധനെ നോക്കുമ്പോൾ അവൻ പതിയെന്ന് പുഞ്ചിരിച്ചുകൊണ്ടൊന്ന് കണ്ണ് ചെമി.
എല്ലാം കൂടി അവിടെ ഇരുന്നാൽ ഇവിടെ എന്നെ സഹിക്കാൻ ആരാ? ഇങ്ങോട്ട് വാ പിള്ളേരെ. ഭാമ അടുക്കളയിൽ നിന്നും വിളിക്കുന്നത് കേട്ട് 3 പെണ്ണുങ്ങളും ചീരിയോടെ അകത്തേക്ക് നടന്നു. വാ അച്ഛേ. ദീപകിന്റെ കയ്യിൽ തൂങ്ങിയ ഒരു 3 വയസ്സുകാരി ചിണങ്ങുമ്പോൾ അവൻ പതിയെ എഴുന്നേറ്റ് കുഞ്ഞിനോടൊപ്പം പതിയെ നടന്നു. നീ കണ്ടില്ലല്ലോ ഇന്ദ്ര? ഇന്ദ്രന്റെ നേർക്ക് തന്റെ ഫോൺ നീട്ടിക്കൊണ്ട് സിദ്ധു പറയുമ്പോൾ അവൻ വിറയ്ക്കുന്ന കൈയോടെ അത് വാങ്ങി. സഹസ്രയുടെയും ദക്ഷയുടെയും പ്രണയം. ആ കുഞ്ഞിച്ചക്കനെ വാത്സല്യത്തോടെ ഒന്ന് നോക്കി അവന്റെ കണ്ണുകൾ ദക്ഷയിൽ മാത്രമായി എന്ന് പതിഞ്ഞു. ചുണ്ടുകൾ ചിരിക്കുന്നുണ്ടെങ്കിലും അവന്റെ കണ്ണുകൾ ചുവന്ന് നിറഞ്ഞു വന്നു. ആ കണ്ണിൽ നിന്നൊരു തുള്ളി അടർന്ന് താഴെ വീണതും സിദ്ധു ഒരു ഞെട്ടലോടെ ഇന്ദ്രന്റെ തോളിൽ കൈവച്ചു. ജീവനായിരുന്നടാ, പക്ഷെ തെറ്റിപ്പോയി. പലപ്പോഴും ഇഷ്ടം പിടിച്ചു വാങ്ങാൻ നോക്കി. അത് പക്ഷേ അവളോടുള്ള എൻ്റെ പ്രണയം കൊണ്ടായിരുന്നു. അതാർക്കും മനസ്സിലായില്ല. എൻ്റെ ചങ്ക് പറഞ്ഞു പോകുമ്പോൾ ഒരു വേദനയാണടാ അവളെ മറ്റൊരുവിനോടൊപ്പം കാണുമ്പോൾ. ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് കരഞ്ഞു. അത് കാണാൻ സിദ്ധു അവനെ അമ്പരപ്പോടെ നോക്കിപ്പോയി. ഇത്രമാത്രം അവൻ ദക്ഷ സ്നേഹിച്ചിരുന്നു. അടുത്ത ജന്മമെങ്കിലും എനിക്കവളെ കിട്ടുവോടാ? സിദ്ധുവിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ അവന് ഉത്തരമൊന്നുമില്ലായിരുന്നു. ഇല്ലായിരിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് അടുത്ത ജന്മം സഹസ്രായാൽ മതിയടാ. നിനക്ക് ഭ്രാന്താടാ. മുന്നിലിരിക്കുന്നവൻ്റെ ഉള്ളം നോവെന്ന് തോന്നിയതും ഇന്ദ്രനൊന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് സിദ്ധു പതിയെ പറഞ്ഞു. സത്യടാ, എൻ്റെ ഭ്രാന്തിൻ്റെ പേരാണ് ദക്ഷാഗ്നി. ഇന്ദ്രൻ്റെ ശബ്ദം ഒന്നിടറി. അത് മനസ്സിലാക്കിയതുപോലെ സിദ്ധുവിൻ്റെ കൈകൾ അവനിലൊന്ന് മുറുകി. സഹസ്രയെ നോക്കുമ്പോൾ ദക്ഷയുടെ കണ്ണുകൾ പതിയൊന്ന് നിറഞ്ഞു. അവളുടെ അരികിലായി ഇരിക്കുന്നുണ്ടവൻ. എന്താടി? ആ കണ്ണുനീർ തുടച്ച് നീക്കിക്കൊണ്ട് ഒരു ചിരിയോടെ സഹസ്ര ചോദിക്കുമ്പോൾ ദക്ഷ ഒന്നുമില്ലെന്ന പോലെ കണ്ണ് ചിമ്മി. അത് കാണി അവളെ നെറ്റിയിൽ അമർത്തിന്ന് ചുംബിച്ചുവൻ. വീരസിംഹയുടെ കയ്യിലാണ് അവിടെ കുഞ്ഞുമണി. കൂടെ അക്ഷയും തരണിയും വൈദേഹിയും എല്ലാം ഉണ്ട്. കുഞ്ഞിനെ സന്തോഷത്തോടെ നോക്കി കാണുവാണ് എല്ലാവരും. ദക്ഷയുള്ള സ്നേഹപ്രകടനമെല്ലാം കഴിഞ്ഞ് സഹസ്രയ്ക്ക് അവളെ ഇപ്പോൾ വിട്ടുകൊടുത്തതേയുള്ളൂ എല്ലാവരും. കുഞ്ഞിനെ വാങ്ങുമ്പോൾ സഹസ്രയുടെ നെഞ്ചിൽ ചേർന്നുകൊണ്ട് ഒന്ന് വിരുമ്പിപ്പോയി അക്ഷയ്. ഏറ്റവും കൂടുതൽ സന്തോഷം അവനാണെന്ന് തോന്നും. വേദനയുണ്ടോ? അവരിൽ നിന്നും സഹസ്രയുടെ കണ്ണുകൾ തൻ്റെ പാതിയിൽ പതിഞ്ഞു നിന്നു. ഇല്ല. സഹസ്ര ചോദിക്കുമ്പോൾ പതിഞ്ഞ ശബ്ദത്തിൽ ഉത്തരം കൊടുത്തവൾ. ഇനിയിപ്പോൾ അമ്മയുടെ അടുത്ത് കിടക്കട്ടെ അല്ലേ? അക്ഷയ് ചോദിച്ചുകൊണ്ട് കുഞ്ഞിനെ ദക്ഷയുടെ അരികിലായി കിടത്തി. കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ സഹസ്രയുടെ കയ്യിലൊന്ന് മുറുക്കി. തൻ്റെ 2 ജീവനെയും സഹസ്ര പൊതിഞ്ഞു പിടിക്കുമ്പോൾ അവൻ്റെ ഉള്ളം അവളോടുള്ള പ്രണയത്താൽ വല്ലാതെ ഒന്ന് തുള്ളിപ്പോയി. ദേ, നമ്മുടെ കുഞ്ഞാപ്പിക്ക് ഒരു 3-4 വയസ്സ് കഴിഞ്ഞ് മതി കേട്ടോ നമുക്കൊരാൾ വരുന്നത്. ഇല്ലെങ്കിൽ അവൻ്റെ ബാല്യം നമുക്ക് ആർക്കും ആസ്വദിക്കാൻ പറ്റില്ല. അതുവരെ ഞാൻ ഗസ്റ്റ് റൂമിൽ കിടന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചിരിയോടെ നിൽക്കുന്ന തരുണിയുടെ ചെവിയിൽ അക്ഷയ് പറയുമ്പോൾ തരുണി തലകുലുക്കി ഒരു നാണത്തോടെ പറഞ്ഞു. ഓ, ഇതിനൊക്കെ നീ എങ്ങനെയാടി ഒരു ഡോക്ടറായേ? അക്ഷയ് പല്ല് കടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ എന്തെന്നതുപോലെ അവനെ നോക്കിയവൾ. ഓ, ഒന്നുമില്ല, നിനക്ക് ഇനിയും പഠിക്കാനുണ്ട് മോളെ, ഞാൻ പഠിപ്പിക്കാം. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞിട്ട് അക്ഷയ് സഹസ്രയും ദക്ഷയും നോക്കി മനസ്സ് നിറഞ്ഞെന്ന് പുഞ്ചിരിച്ചു. എല്ലാവരെയും നോക്കി ഒരു ചിരിയോടെ ദക്ഷ സഹസ്ര നെഞ്ചിൽ ചാഞ്ഞപ്പോൾ കുസൃതിയുടെ അക്ഷയ് തൻ്റെ ഫോണിൽ ആ ചിത്രം ഒന്ന് പകർത്തി. ഇവരുടെ ഈ സ്നേഹം എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ.